അവളിവിടെ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫോട്ടോ തന്നെയാണ് ആദ്യം എൻ്റെ ആൽബത്തിലുള്ളത്. എങ്ങനെയാണ് ആ ചേട്ടനത് അറിഞ്ഞു വെച്ചതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് 2 ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഇതെൻ്റെ വെഡ്ഡിങ് ഡേയുടെ തലേ ദിവസത്തെ ഫോട്ടോയാണ്. ഇതെനിക്ക് വലിയ ലൈക്കായിട്ടില്ല, കാരണം എനിക്ക് മേക്കപ്പ് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വേണം പറയാം. അന്നത്തെ ഫോട്ടോ ആണ് ഇതൊക്കെ. ഇത് നമ്മുടെ വല്യഴിക്ക് പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് എടുത്തതാണ്. മേക്കപ്പ് കഴിഞ്ഞ് നേരെ ഓടി പോകുമായിരുന്നു. പിന്നെ അതാണ്ടായത് എൻ്റെ ഫാമിലി ഫോട്ടോ, അച്ഛനും അമ്മയും അനിയനും. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ്, കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് നല്ലൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതാണ്ട ഈ ഒരു ഫോട്ടോ, ഇത് നമ്മൾ ഫ്രെയിം ചെയ്തും വെച്ചിട്ടുണ്ട്. അവനും ഞാനും എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പുമാണ്. പക്ഷേ കല്യാണത്തിൻ്റെ കുറേ നാൾ മുതലേ വിഷമമായിരുന്നു. കാരണം ഡേറ്റ് എടുത്തപ്പോൾ മുതൽ അയ്യോ കല്യാണം ആയല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ തമ്മിൽ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇതൊക്കെ നല്ല ഫോട്ടോ ആണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും വെഡ്ഡിങ്ങിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതാ കടലിലോട്ട് നോക്കിയിരിക്കുന്ന ഞാൻ കല്ലിൻ്റെ മണ്ടയിൽ കയറി വെറുതെ ഇരിക്കുന്നു. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു നീ എന്തിനാണോ എന്തോ, വെറുതെ കുറേ ഫോട്ടോ അത്ര തന്നെ. ഇത് നല്ല ഫോട്ടോ, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട 2 പിന്നെ അതാ ചാരുക്കുട്ടി പണ്ട് മുതലേ എൻ്റെ കൂടെയാണ്. എനിക്ക് കല്യാണം ആയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം അവളെ പിരിയുന്നതിലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മോളാണ്. അവളെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. തലേ ദിവസം ഞാൻ നിപ്പിൽ തന്നെ വന്ന് 2 ഫോട്ടോ എടുത്തിട്ട് ആളങ്ങ് പോയി വിടുന്നു. പിന്നെ ഇതൊക്കെ അബിയുടെ ഫ്രണ്ട്സാണ്. പിന്നെ ഇതെൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോ. ഈ മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് ഫൗണ്ടേഷനൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, സമയമില്ലായിരുന്നു. അവിടെ പോയി കല്യാണത്തിന് മേക്കപ്പ് സൂപ്പർ മേക്കപ്പായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി സമയം കിട്ടില്ല, ഒത്തിരി ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. കാരണം രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി മേക്കപ്പ് ചെയ്യാൻ പോകുമായിരുന്നു. ഇവിടെ അല്ല, കാർത്തിപ്പള്ളിലാണ് പോയി ചെയ്തത്. അങ്ങനെ കാരണത്തിൽ കയറി പെട്ടെന്ന് തന്നെ പോയി മേക്കപ്പ് ഇട്ടു. 9 മണിക്ക് മുന്നേ ഞാൻ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. കാരണം എൻ്റെ വീഡിയോഗ്രാഫർ ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ്, എന്നെയും കാത്ത് നിൽക്കിയവിടെയൊക്കെ ഞാൻ അവിടുന്ന് കുട്ടിയടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കുറഞ്ഞ മേക്കപ്പ് മതി, വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. അങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ഒരു 2 മണിക്കൂർ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി മേക്കപ്പ് ചെയ്ത് തീർത്തു, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം റെഡിയായി വരുമ്പോൾ ഇങ്ങനെ ആകുമോ, എങ്ങനെയാകും. നമ്മൾ ടെമ്പിൾ ലുക്ക് വെഡിങ് ആണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് കോസ്റ്റ്യൂം എല്ലാം സെറ്റ് ചെയ്തത്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആ എടുത്ത കൂട്ടത്തിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ കോസ്റ്റ്യൂം എൻ്റെ ആയിരുന്നു. കാരണം ഈ കോസ്റ്റ്യൂം നമ്മൾ മുന്നേ മുതലേ നമ്മുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടാൽ മതി എന്നുള്ളത്. എൻ്റെ അല്ല, സംസാരിൻ്റെ ആഗ്രഹം അതായിരുന്നു. ഇങ്ങനത്തെ കോസ്റ്റ്യൂം മതി, നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ ചൂസ് ചെയ്ത് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു ഈ ഒരു കോസ്റ്റ്യൂം കിട്ടും. അവിടെ ചെന്ന് മെറ്റീരിയൽ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ സെറ്റിൻ്റെ മെറ്റീരിയൽ ഇല്ല, ഞാൻ ഉദ്ദേശിച്ച മോഡലില്ല. അവസാനം ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ടിഷ്യൂൻ്റെ 2 സാരി എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ടിഷ്യൂൻ്റെ 2 സാരി എടുത്തിട്ടാണ് ഈ ദാവണിയും ബ്ലൗസും കൂടെ സെറ്റ് ചെയ്തെടുത്തത്. ഈ ബ്ലൗസ് ചെയ്ത് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹാൻഡ് വർക്കഡാണ്, നല്ലപോലെ പുള്ളിക്കാരൻ ചെയ്ത് തന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിരുന്നു. കോസ്റ്റ്യൂമാണെങ്കിലും മേക്കപ്പാണല്ലോ. അതുകൊണ്ട് ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി 9:30 ആയപ്പോൾ അമ്പലത്തിൽ പോയി. 11 മണിക്ക് മുന്നേ എനിക്ക് തിരിച്ചു വരികയും വേണമായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് മിനിമം ഫോട്ടോസ് കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ ഫോട്ടോസ് എന്ന് പറയുന്നത് അടിപൊളി ഫോട്ടോസാണ്. കാരണം ഒന്നുമില്ല, കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നല്ല പുള്ളിക്കാരൻ കവർ ചെയ്തു. 11 മണിക്ക് മുന്നേ വരണമെന്ന് പറയേണ്ട കാര്യം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ അതിന് മുന്നേ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ എനിക്ക് വീടിനകത്ത് കയറി ഇരിക്കണമല്ലോ, ചെക്കനെ നോക്കി. പിന്നെ വീട്ടിൽ വന്നിട്ടും ദക്ഷിണ കൊടുക്കണം, ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫോട്ടോസ് എടുത്തു ഓടി വീട്ടിലേക്ക് ഇനി വന്നു. നമുക്ക് ബാക്കി ഫോട്ടോസാണ്. അമ്പലത്തിൽ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തത്. ഈ അച്ഛനമ്മയെ തൊഴുതിരിക്കുന്ന ഫോട്ടോയൊക്കെ
ഞാൻ ഇതിലാണ് കാണുന്നത്. കാരണം ഈ സംഭവങ്ങളൊന്നും നടക്കുമ്പോൾ ഞാനവിടെ ഇല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു എന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ ആൽബം കാണുമ്പോഴാണ്. പിന്നെ ഫാമിലിയായിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു. പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. കാരണം എല്ലാം പെട്ടെന്ന് ചടപടയെന്നായിരുന്നു. പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്നും വന്നു. ചെക്കനും കൂട്ടനും വന്നപ്പോൾ തന്നെ അവർ നേരത്തെ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. കുറച്ച് ഫോട്ടോസ് എന്നാലും നമ്മൾ ഒപ്പിച്ച് വെച്ചു. പെട്ടെന്ന് കൂടുതൽ ഫോട്ടോസ് എടുത്തത് അവരുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഫോട്ടോഗ്രാഫറായിരുന്നു. പക്ഷേ ആ ആൽബം ഇതുവരെ കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം ആവാറായി. ആൽബം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ റിസപ്ഷൻ്റെ ഫോട്ടോസും അവിടെ ചെന്നിട്ടുള്ള കുറേ ഫോട്ടോസും എല്ലാം അവരുടെ കയ്യിലാണ്. അത് ഇതുവരെ കിട്ടിയിട്ടുമില്ല, നമ്മളൊട്ട് കണ്ടിട്ടുമില്ല. അതാണ് ഞങ്ങളുടെ ആൽബത്തിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ എൻ്റെ വീട്ടിലെ ആൽബം കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വർക്കെല്ലാം തീർത്ത് തന്നു. എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു വെച്ചേക്കുന്നതെല്ലാം. അങ്ങനെ എൻ്റെ മണവാളനും കൂട്ടരും വന്നു താലി കെട്ടാനായിട്ട്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം വീഡിയോ എടുക്കാൻ പോലെ എൻ്റെ മകള് സമ്മതിക്കില്ല. അത് ഇവിടെ നിന്നെല്ലാം വലിച്ചു കീറുന്നുണ്ട്. അവൾക്കിതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാനത് പറഞ്ഞതിനുള്ള പ്രതികാരമാണ് അവൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിച്ചു കീറാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കട്ടിയുള്ള പേജ് അതുകൊണ്ട് മുറിക്കാനും പറ്റുന്നില്ല. അത് നോക്ക്, താലി കെട്ടുന്നു. നോക്ക് അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കെട്ടുന്നത് നോക്കിക്കേ ആരാ നോക്കടി. കണ്ടോ മോനെ, വലിച്ചു കീറല്ലേ. നിനക്ക് പിള്ളേരുണ്ടാകുമ്പോൾ നിന്റെ പിള്ളേരെ കാണിച്ചു കൊടുക്കാനുള്ള ഇതിന് വലിച്ചു കീറരുത്. അതുകൊണ്ട് നീ ഇവൾക്ക് ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല, കുശുമ്പാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടപ്പോൾ അവൾക്ക് കുശുമ്പിളകുന്ന തോന്നുന്നത്. ഈ ആൽബം ഒന്ന് 2 പീസാക്കും എൻ്റെ പൊന്നു മകള്. മാധു വലിച്ചു കീറല്ലേ മാധു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. നല്ല സദ്യയായിരുന്നു. പക്ഷെ ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റില്ല. കാരണം ടെൻഷൻ. സ്വന്തം കല്യാണമല്ലേ. ഇതെൻ്റെ 2ാമത്തെ കോസ്റ്റ്യൂമായിരുന്നു. ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള അവർ കൊണ്ടുവന്ന മന്ത്രകോടി. അതായിരുന്നു ഇത്. ഏകദേശം ഇപ്പോൾ നമ്മളെല്ലാവരും ആ സെയിം കളറായിപ്പോയി ഇട്ട് വന്നപ്പോഴത്തേനും. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇറങ്ങാൻ നേരം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഭയങ്കര സങ്കടമായിരുന്നു. ഒന്നാമത്തെ കാര്യം അബിയെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ. അബി അതുപോലെ തന്നെ കരച്ചിലായിരുന്നു. കാരണം കല്യാണത്തിന് 1 മാസം മുന്നേ പോലെ നമുക്ക് വിഷമമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ കരയുമെന്ന് പോലും വിചാരിച്ചില്ല. ഞാൻ അത്ര നേരം നല്ല സ്ട്രോങ് ആയിട്ട് ചിരിച്ച് കളിച്ച് നിന്നതാണ്. പക്ഷേ ഇവനെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോളൊക്കെ പോയി. ഞാൻ പൊട്ടി വിങ്ങി കരയാൻ തുടങ്ങി. അവനും അതേ അവസ്ഥയിലാണ്. കണ്ടില്ലേ. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ വീട്ടുകാരെ വിട്ടുപിരിയാനുള്ള. കാരണം അത്രയും നാളെ ഞാനിവിടെ ജീവിച്ചെങ്കിലും വെറും 6 മാസമാണ് ഞാനിവിടുന്ന് മാറി നിന്നിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ കൊല്ലത്ത് പഠിക്കാൻ പോയ സമയത്ത് അതിന് മുന്നേ എന്ന് പറയുന്നത് ഞാൻ എങ്ങും പോയി നിൽക്കാറ് കൂടിയില്ല. പിന്നെന്ന് പറയുന്നത് അവയും ഞാനിവിടെയാണ് കുഞ്ഞിലേ മുതൽ ആ ഒരു ടൈം വരെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കല്യാണം ഫിക്സ് ചെയ്തു ഡേറ്റ് എടുക്കും തോറും എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ ഞാൻ ഇവരെല്ലാം വിട്ട് പോകണ്ടേ, ഇങ്ങനെയാണ്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അത് ആരോട് യാത്ര ഒന്നും പറയില്ല, ഇറങ്ങി എനിക്ക് വരാൻ മതിയാവും. ഞാൻ പക്ഷേ എനിക്ക് ഇവരെല്ലാം കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകണമെന്നൊരു നിർബന്ധം. അതുകൊണ്ട് അബി വരുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ വരട്ടെ. എൻ്റെ മകൾ സമ്മതിക്കത്തില്ല. ഞാൻ വീഡിയോ എടുക്കുകയാണ്. പക്ഷേ അവളോട് തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ് എടുക്കുക നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിരുന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.